to my channel Epic Code Please. ഇപ്പോൾ നമ്മൾ കുറേ ദിവസമായി കണ്ടിട്ട് ഇപ്പം എൻ്റെ സൗണ്ടിനൊക്കെ ചെറിയ പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് HTML എന്താണ് എന്നാണ്. ഞാൻ പറഞ്ഞത് പോലെ ഒരു സീരീസ് പോലെയാണ് ഞാനിത് കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. അതുകൊണ്ട് എല്ലാം സീരീസ് ബേസ്, ഫസ്റ്റ് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് അതേപോലെ ആയിരിക്കും പോവുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട് എൻഡിൻ്റെ ഫസ്റ്റ് ലാംഗ്വേജിനുള്ള കോഡിങ്ങിൻ്റെ ചെയ്യാനുള്ള ആപ്സൊക്കെ ഡൗൺലോഡ് ചെയ്തിരുന്നു. അപ്പം എല്ലാവരും ഈ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഇൻസ്റ്റാൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. അടുത്തതായി നമ്മൾ HTML അഥവാ ആ ലാംഗ്വേജ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ക്രോം എടുത്ത് പോയാൽ അതിൽ നമ്മൾ ജസ്റ്റ് HTML ഒന്ന് സെർച്ച് ബേസ് HTML പഠിക്കാനുള്ളതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ W3 Schools എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾക്ക് HTML എന്താണെന്ന് പഠിക്കാം. HTMLന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ്. കേട്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് VS കോഡാണ്. എല്ലാവരും യൂസ് ചെയ്തിരിക്കുന്നു. പിന്നെ എൻ്റെ ഈ VS കോഡ് ഗ്രീൻ കളറായിരിക്കുമെന്ന് ശ്രദ്ധിക്കണ്ട, അത് എൻ്റെ ജസ്റ്റ് ഒന്ന് വേറെ വേർഷൻ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഫോൾഡർ എടുക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിൽ ഫോൾഡർ എടുക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് നല്ല മീൻസ് കൺട്രോൾ പിടിച്ചിട്ട് KO ക്ലിക്ക് ചെയ്താൽ നമുക്ക് ചെയ്യാം. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. അതിനേക്കാളും ഈ HTML എന്ന് പറയുന്നത് ഒരു വെബ്സൈറ്റ് വീട് പോലെ, അപ്പോൾ അതിൻ്റെ തറയാണ് ഈ HTML. അപ്പോൾ ഈ തറയെല്ലാം ആദ്യം കെട്ടുക. അതിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഒന്നിക്കിൽ ഹോം അല്ലെങ്കിൽ ഇൻഡെക്സ് എന്നാണ് അതിന് പേര് കൊടുക്കുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാ മാറ്റം പഠിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ പേരിട്ട ശേഷം ഒരു ഡോട്ട് ഇട്ടതിന് ശേഷം ഓരോ ഫയൽ ഇമേജിന് ഞാൻ പറഞ്ഞിരുന്നു JPG PNG ഒക്കെ, ജസ്റ്റ് ലൈക്ക് ഇവിടെ HTM. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഐക്കൺ വരും. HTML എന്നാണ് കൊടുക്കേണ്ടത്, വേണമെങ്കിൽ HTM എന്നും കൊടുക്കാം. ശേഷം എൻ്റർ അടിച്ചാൽ നമുക്ക് ഇതേപോലെ ഒരു സ്ക്രീൻ വരും. അപ്പോൾ നമുക്ക് HTML ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സ്മോൾ ടാഗ്സ് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനായിട്ട് നിങ്ങൾക്ക് HTML ഇത് തുടങ്ങാനായിട്ട് HTML പോയതിന് ശേഷം ഇവിടെ 3 ഓപ്ഷൻ കാണുന്നുണ്ടോ? അപ്പോൾ അതിൽ സെക്കൻഡ് ഓപ്ഷന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യണമെങ്കിൽ ആരോസ് യൂസ് ചെയ്തിട്ട് എൻ്റർ അടിച്ചാലും മതി. അതിനുശേഷം ഞാൻ ഇത് മൊത്തം പറഞ്ഞിട്ട് നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് HTML ഡോക് ടൈപ്പ് HTML എന്ന് കൊടുക്കുന്നത്. ഇത് ഏത് ലാംഗ്വേജ് ആണെന്ന് പറയുന്നത് ഡോക് ടൈപ്പ് HTML. നമ്മൾ അടുത്ത് കൊടുക്കുന്നത് HTML വേറെ ലാംഗ്വേജിൽ എഴുതുമോയെന്ന് എനിക്കറിയില്ല. എന്തായാലും HTML ലാംഗ്വേജ് EN മീൻസ് ഇംഗ്ലീഷ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ 2 പഠിച്ചു. അടുത്തതാണ് ഈ HTML. ഇപ്പോൾ നമ്മുടെ വീടുണ്ടായാൽ ആളല്ലേ താമസിക്കുക, അപ്പോൾ ഇതൊരു മനുഷ്യനെ പോലെയാണ്. ഫസ്റ്റ് ഒരു 2 കാര്യം ഉണ്ടാവും. ആദ്യം നിങ്ങൾ തന്നെ ഒരു മിനിറ്റ്, ഞാൻ ജസ്റ്റ് എൻ്റെ ഫോണ്ട് കൂട്ടും. അപ്പോൾ നിങ്ങൾക്ക്
കാണാനും ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണുന്നത് ഇത് അയാളുടെ പേര്. അയാൾ എന്ത് സോറി അയാൾ എന്ത് ലാംഗ്വേജിലാണ് സംസാരിക്കുക. അപ്പം അത് 2 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്നത് ഹെഡും ബോഡിയും. നമ്മുടെ ബോഡിയാണിത്. ഫസ്റ്റ് നമുക്ക് ഹെഡ് ഉണ്ടാവും. ഹെഡിൻ്റെ ഉള്ളിൽ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ഉണ്ട്. ബ്രെയിനിൻ്റെ ഉള്ളിൽ തന്നെ സെറിബെല്ലം അങ്ങനെ കുറേ ഉണ്ട്, ഒബ്ലോങ്കട്ട അങ്ങനെയൊക്കെ. അതേപോലെ ഇതിൽ കുറച്ച് കാര്യങ്ങളേ ഉണ്ടാവും. ജസ്റ്റ് ഇതിൽ മെറ്റാകാർസെറ്റ്, ഇത് ഇതിൻ്റെ വേർഷനാണ് കേട്ടോ, മെറ്റാകാർസെറ്റിയുടെ ഫേറ്റ്. പിന്നെ ഇത് നമ്മുടെ സ്ക്രീനിനെ കുറിച്ചുള്ള ഒന്നാണ്, അതൊക്കെ ഓട്ടോമാറ്റിക്കാണ്. പിന്നെ ഇതാണ് ടൈറ്റിൽ എന്ന് പറയുന്ന ടാഗ്. അപ്പം ഞാൻ ജസ്റ്റ് ടൈറ്റിൽ മാറ്റി എപ്പികോഡ് പ്ലേസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഓട്ടോ സേവ്, ഞാൻ കുറേ എക്സ്റ്റെൻഷൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു VS Code ഇൻസ്റ്റാൾ ചെയ്യാൻ. അതൊക്കെ കണ്ടിട്ടാണ് വരുന്നത് എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഗോ ലൈവ് അടിക്കുന്നു. ജസ്റ്റ് ഒരു 5 സെക്കൻഡ് ഒന്ന് ക്ലോസ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം എപ്പിക് കോഡ് പ്ലേസ്. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ പോയി ടൈറ്റിൽ മാറ്റി എൻ്റെ പേര് കൊടുക്കുക. അത് ഓട്ടോ സേവ് വേണ്ട. അന്നേരം ഓക്കെ, ഇവിടെ ഹാനി നവാസ് ടൈറ്റിൽ മാറി. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ടൈറ്റിൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇത് നമുക്ക് ബോഡിയിലേക്ക് അടുക്കുക. ബോഡിയിലാണ് നമ്മുടെ എല്ലാ ഇതും, എന്താ വെച്ചാൽ എല്ലാ കോഡും ബോഡിയിലാണ് എഴുതാൻ പോകുന്നത്. മീൻസ് ബോഡിയിലാണ് നമ്മുടെ വയറ്, കൈ, കാല്, നരമ്പുകൾ എല്ലാം ഉള്ളത് അതിലാണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഞാൻ ജസ്റ്റ് ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ ജസ്റ്റ് ഇതൊന്ന് ജസ്റ്റ് എനിക്ക് കണ്ടന്റ് ഒന്നും ഇത് ഓട്ടോ റീഫ്രഷ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ബോഡീൻ്റെ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. HTML എന്താണ്, പിന്നെ ഈ HTMLൻ്റെ ഫസ്റ്റ് ഏറ്റവും ബേസിക്കായ കാര്യങ്ങളും മാത്രമേ ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ടാഗും ആട്രിബ്യൂട്ടും കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ ടു എപ്പികോഡ് പ്ലേസ്. ദിസ് ഇസ് ഹാനി നവാസ് സൈനിങ് ഓഫ്.